ഗണേശന് ഏടാകുടം ഒഴിയുന്നില്ല. വാളകത്തെ വിവാദങ്ങൾക്കിടെ സോളാറും. പത്തനാപുരത്തിന്റെ ഗ്ലാമർ എംഎൽഎയും മന്ത്രിയുമായ KB ഗണേഷ് കുമാറിന് ശനിദശ തുടരുന്നു. വാളകത്തെ വീട്ടിലെ അവിഹിത ആരോപണങ്ങളും കുടുംബ പ്രശ്നങ്ങളും സൃഷ്ടിച്ച കരിനിഴൽ വിട്ടുമാറും മുൻപേ സോളാർ ഗൂഢാലോചന കേസിലും മന്ത്രിക്ക് കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടു. തിരഞ്ഞെടുപ്പ് വരെ വിചാരണ നീട്ടിവെക്കണമെന്ന ആവശ്യം കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതി തള്ളിയതോടെ അതിവേഗ വിധി വരുമോ എന്ന ഭീതിയിലാണ് മന്ത്രി ക്യാമ്പ്. തിരഞ്ഞെടുപ്പ് കാലത്ത് കോടതി നടപടികൾ തുടരുന്നത് തനിക്ക് രാഷ്ട്രീയമായി ദോഷം ചെയ്യുമെന്ന ഗണേശിന്റെ വാദം കോടതി അംഗീകരിച്ചില്ല. രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞ് നീതിപീഠത്തിന്റെ നടപടികൾ തടസ്സപ്പെടുത്താനാവില്ലെന്ന് കോടതി വ്യക്തമാക്കിയതോടെ ഗണേശിന്റെ തന്ത്രങ്ങൾ പാളി. വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കി വിധി വന്നാൽ അത് ഗണേശിന്റെ മന്ത്രിസ്ഥാനത്തിനും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് സാധ്യതകൾക്കും വലിയ ഭീഷണിയാവും. വാളകത്തെ വിവാദങ്ങളും 5000 പ്രണയങ്ങളും ഇത് ഗണേശന് വലിയ തലവേദനയാണ്. നിലവിൽ വാളകത്തെ വീട്ടിലെ അവിഹിതാരോപണങ്ങൾ ഗണേശനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഭാര്യയുമായുള്ള തർക്കങ്ങൾ പരിഹരിച്ചുവെന്ന് അവകാശപ്പെടുമ്പോഴും വ്യക്തിജീവിതത്തിലെ ഇത്തരം കാര്യങ്ങൾ പൊതുമധ്യത്തിൽ ചർച്ചയാകുന്നത് തിരിച്ചടിയാണ്. 5000 പ്രണയങ്ങളുണ്ടെന്ന മട്ടിലുള്ള പരസ്യമായ പ്രഖ്യാപനങ്ങൾ സ്ത്രീ വോട്ടർമാർക്കിടയിൽ ഗണേശിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചതായി രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ഇതിനിടയിലാണ് സോളാർ കേസിലെ ഗൂഢാലോചനയും വിചാരണയും വരുന്നത്. സോളാർ കേസിലെ പരാതിക്കാരിയുടെ കത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജമായ പേജുകൾ കൂട്ടിച്ചേർക്കാൻ ഗണേഷ് കുമാർ ഗൂഢാലോചന നടത്തിയെന്ന ഗൗരവകരമായ ആരോപണമാണ് കേസിലുള്ളത്. ഉമ്മൻചാണ്ടിയെ ലൈംഗികാരോപണ കേസിൽ കുടുക്കും എന്ന് ഗണേഷ് പറഞ്ഞിരുന്നതായി അദ്ദേഹത്തിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് നൽകിയ മൊഴി കോടതിയിൽ നിലനിൽക്കുന്നത് മന്ത്രിക്ക് വിനയാകും. വിചാരണയിൽ ഇതുവരെ വന്ന മൊഴികളെല്ലാം ഗണേശിന് എതിരായ സാഹചര്യത്തിലാണ് നടപടികൾ നീട്ടിവെക്കാൻ അദ്ദേഹം അറ്റകൈ പ്രയോഗം നടത്തിയത്. സോളാർ കേസിൽ അന്തരിച്ച നേതാവ് ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ടുവെന്ന സഹതാപതരംഗം ജനങ്ങൾക്കിടയിൽ ശക്തമാണ്. ഈ സാഹചര്യത്തിൽ ഗണേഷ് കുമാർ പ്രതിക്കൂട്ടിലാകുന്നത് UDFന് വലിയൊരു രാഷ്ട്രീയ ആയുധമാകും. പത്തനാപുരത്തെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താൻ ഈ നിയമപോരാട്ടം കാരണമാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.